രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക വൻ ശക്തിയായതോടുകൂടി ബ്രിട്ടന്റെ പ്രതാപകാലം ഏറെക്കുറെ അസ്തമിച്ചു. അങ്ങനെയാണെങ്കിലും ലോക വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയും അമേരിക്കൻ നയങ്ങൾക്കും നിലപാടുകൾക്കും സമീപനത്തിനും അപ്പുറം നിഴലായിട്ട് പിന്തുടരുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ബ്രിട്ടൻ 1948 ശേഷം ലോകത്തിന് മുൻപിൽ കാഴ്ചവെച്ചത്. അത് എല്ലാ മേഖലയിലുള്ള വിഷയത്തിലും അമേരിക്ക ഇടപെടുന്ന സമയത്ത് കൂടെ ബ്രിട്ടൻ ഉണ്ടാകുമായിരുന്നു. അമേരിക്ക ബ്രിട്ടൻ, ബ്രിട്ടൻ അമേരിക്ക, അങ്ങനെയാണ് പറയല് തന്നെ. ഇപ്പം നിലപാടിനൊക്കെ മാറ്റങ്ങൾ വന്നു. അത് ഉക്രൈൻ യുദ്ധത്തോടും പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ തന്നെ എല്ലാ അമേരിക്കൻ നിലപാടിനെയും കണ്ണുപൂട്ടി നിലപാട് പ്രഖ്യാപിക്കേണ്ട സമീപനങ്ങളും തങ്ങൾക്കില്ല. ബ്രിട്ടനേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഉണ്ട്, അത് ഉറക്കെ പറയണം എന്നുള്ള അഭിപ്രായം ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തിൽപ്പെട്ടവർക്കും പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ടവർ പോലും ഉന്നയിക്കുന്ന സ്ഥിതി വന്നപ്പോൾ ബ്രിട്ടൻ നയത്തിൽ മാറ്റം വരുത്തി. ഇപ്പോൾ അവർ സ്വതന്ത്രമായിരിക്കുന്ന നിലപാട് പറയാൻ തുടങ്ങി. ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ന്യൂയോർക്ക് സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് പത്രങ്ങൾ എഴുതിയത്. അപമാനിച്ചുകൊണ്ട് ഇറക്കി വിട്ടു എന്ന തരത്തിൽ ഡ്രസ് കോഡ് പോലും ശരിയല്ല എന്നൊക്കെ വിമർശിച്ചു എന്നൊക്കെ അതിനോടനുബന്ധിച്ചൊക്കെ വന്നതാണ്. ഇദ്ദേഹം പിന്നീട് പോയത് നേരെ ബ്രിട്ടനിലേക്കാണ്. ബ്രിട്ടനിലേക്ക് രാജോചിതമായിരിക്കുന്ന സ്വീകരണമാണ് അവിടെ വെച്ച് നൽകി. വിമാനത്താവളത്തിൽ നിന്ന് തന്നെ സ്വീകരണം നൽകി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അവിടെ വെച്ച് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവിടുത്തെ ഭരണാധികാരികൾ ഒന്നടങ്കം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തന്നെ വല്ലാത്ത രീതിയിലൊരു സന്തോഷം ഉണ്ടായി എന്നൊക്കെയാണ് അന്നത്തെ പത്രമീഡിയകളൊക്കെ പറഞ്ഞത്. അപമാനിച്ച് ഇറക്കി വിട്ടെടുത്ത് ആശ്വാസം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ ഈ സമീപനം അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ന്യൂയോർക്ക് ടൈംസ് തന്നെ എല്ലാ കാര്യത്തിലും ബ്രിട്ടൻ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തെറ്റായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അകത്തു നിന്ന് തന്നെ, അതായത് അമേരിക്കയിൽ തന്നെ ആളുകൾ പ്രതിഷേധിക്കാറില്ലേ, അതിൻ്റെ കാര്യം നിങ്ങളാണ് സമീപനം മാറ്റേണ്ടത് എന്ന് അഭിപ്രായപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ പുതിയൊരു ഉത്തരവ് ഇസ്രായേലിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ രാജ്യാന്തര വാർത്തയായിട്ട് നിലനിൽക്കുന്നത്. റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ലോകത്തിലെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മന്ത്രാലയമാണ് ബ്രിട്ടനിലുള്ളത്. RCDS, റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ്. ഈ സ്ഥാപനത്തിലേക്ക് ഇസ്രായേലിയർക്ക് അംഗീകാരമുണ്ടാവില്ല അല്ലെങ്കിൽ പ്രവേശനമുണ്ടാവില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന വിഷയമാണ്. 50-ലധികം രാഷ്ട്ര തലവന്മാരെ പോലെയുള്ളവർ, അത് ഉന്നത സ്ഥാനത്തിലേക്ക് ഇരിക്കേണ്ട ആളുകൾ ഏറ്റവും അവസാനമായി പ്രാക്ടിക്കൽ ചെയ്ത് പുറത്തിറങ്ങാറുള്ളത് ഈ ഡിഫൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ്. അത് ലോകത്തെ എല്ലാ രാജ്യത്തും വലിയ രീതിയിൽ വാലിഡിറ്റി ഉള്ളതാണ്. അവിടേക്ക് ജൂത വിഭാഗങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നു എന്ന് പറയുന്ന സമയത്ത് ആഘാതമുണ്ടായത് അമേരിക്കക്കാണ്. അമേരിക്കയുടെ ഭരണ സംവിധാനത്തിൽ വലിയ നിയന്ത്രണമുള്ള വിഭാഗമാണ് ജൂത വിഭാഗം. ജൂത ലോബിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഭരിക്കാറുള്ളത് എന്ന് പോലും പറയാറുണ്ട്. അവരുടെ സ്വാധീനത്തിലും ഇടപെടലും എല്ലാ കാലത്തും അമേരിക്കൻ പ്രസിഡന്റുമാർ ഇരുന്ന് പോവാറുണ്ട്. ഇവർ പറയുന്ന സമയത്ത് അത് കേൾക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ വോട്ടിംഗ് ശതമാനത്തിലും ഭരണസിരാ കേന്ദ്രത്തിലും സ്ഥാപനത്തിലും ഗവൺമെന്റ് തലത്തിലും ഔദ്യോഗിക തലത്തിലും എല്ലാം ഈ ജൂത ലോബിക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അവർ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു ഭരണാധികാരി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അങ്ങനെ തന്നെ ആ ഉത്തരവിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഉദ്യോഗ തലത്തിൽ ഇടപെടലുകൾ നടക്കണം. ആ ഉദ്യോഗ തലങ്ങളിലൊക്കെ ജൂത വിഭാഗമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ നടത്തോളന്നില്ല. ഉദ്യോഗന്മാരുടെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിമാർ രാജിവെക്കുന്ന സ്ഥിതികളൊക്കെ നമ്മൾ കാണാറുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ വലിയ നിർണായകമായിരിക്കുന്ന സ്വാധീനം ജൂത വിഭാഗത്തിനുള്ളത് കൊണ്ട് ട്രംപിന് പോലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ കേൾക്കാറുള്ള അറിയാറുള്ള എല്ലാ പ്രഭാഷണങ്ങളും സംസാരങ്ങളും നിലപാടുകളും എല്ലാം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ടായിരിക്കും. അതിൻ്റെ കാര്യം അത് തന്നെയാണ്. മറ്റൊരു രീതി പറഞ്ഞാൽ ഇരട്ട പൗരത്വം ഉള്ള വിഭാഗമാണ് 15 മുതൽ 35% വരെ ഇസ്രായേലി പൗരന്മാർ. അതിൽ ഏറ്റവും കൂടുതൽ ഇരട്ട പൗരത്വമുള്ളത് അമേരിക്കയുമായിട്ടാണ്. അമേരിക്കയിലെ ഇരട്ട പൗരത്വം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും.
സമാനമായ രീതിയിൽ തിരിച്ച് ഇങ്ങോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇസ്രായേലിലെ ഗവൺമെന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും, രണ്ട് രാജ്യത്തും വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് ചുരുക്കം. ആ രീതിയിലാണ് അവരുടെ നയങ്ങളും രീതികളൊക്കെ പോകാറുള്ളത് എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉത്തരവ് വരുന്നതോട് കൂടിയിട്ട് രീതിക്ക് വലിയ മാറ്റം വരികയാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലുള്ള ഈ പ്രാക്ടിക്കൽ ഈ ബ്രിട്ടനിലെ ഈ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ മുഴുവനും കീഴടക്കിയ സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ നയിച്ച യുദ്ധങ്ങൾ, അവർ വിജയിച്ച യുദ്ധങ്ങൾ, അവർ പരാജയപ്പെട്ട യുദ്ധങ്ങൾ, അവരുപയോഗിച്ച തന്ത്രങ്ങൾ, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ഫോട്ടോ എടുത്ത രാജാവിൻ്റെ ചിത്രങ്ങളൊക്കെ അവർ വിൽപ്പന നടത്തിയത് ബ്രിട്ടൻ്റെ ലൈബ്രറിയിൽ ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവർ നീങ്ങിയിരിക്കുന്ന എല്ലാ സർവ്വ മേഖലയെക്കുറിച്ചുള്ള ഒരു അറിവ് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങളെക്കാളേറെ തന്ത്രങ്ങൾ വളരെ പ്രധാനമാണ്. ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിയുക എന്നുള്ളതും പ്രധാനമാണ്. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗസയിൽ ഇപ്പോൾ ആയുധമില്ലാത്തൊരു രാജ്യമാണ് പലസ്തീൻ എന്ന് പറയുന്നത്. പ്രതിരോധ സംവിധാനമില്ലാത്തൊരു രാജ്യമാണ്. യുദ്ധവിമാനങ്ങളോ യുദ്ധക്കപ്പലുകളോ വെടിക്കോപ്പുകളോ പീരങ്കികളോ അതുമായി ബന്ധപ്പെട്ട യാതൊരു സംവിധാനവും ഇല്ല. അവിടുത്തെ സൈനികർക്ക്, അതായത് ഫലസ്തീനിലെ സൈനികർ യഥാർത്ഥ സെക്യൂരിറ്റികളെ പോലെ മാത്രമാണ്. അവർക്ക് ആയുധം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ആയുധം ഉപയോഗിക്കണമെങ്കിൽ ഇസ്രായേൽ കൊടുക്കണം. അപ്പോൾ ആയുധമില്ലാത്ത ഒരു രാജ്യത്തോട് 2 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. ഗസയ്ക്ക് വേണ്ടി പിന്നീട് 60,000 മധ്യ ഗസയ്ക്ക് വേണ്ടി 60,000 സൈനികരെ വീണ്ടും ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയം, ഈ ഡിഫൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇത് തന്നെയാണ്. ഒന്ന് നമ്മുടെ തന്ത്രങ്ങളും അതേപോലെ തന്നെ ശത്രുവിൻ്റെ ശക്തി തിരിച്ചറിയുക എന്നുള്ളത്. ഇത് രണ്ടും ഇല്ലാത്തടത്ത് യുദ്ധം പരാജയപ്പെടും. അത് അമേരിക്കയുടെ ശക്തി തിരിച്ചറിയാൻ വേണ്ടി സദ്ദാം ഹുസൈന് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഭരണം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, ഒടുവിൽ അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അത് എങ്ങനെ ഉണ്ടായതാണ്? അപ്പോൾ നമ്മൾ കുവൈത്ത് പിടിച്ചടക്കി കഴിഞ്ഞാൽ കുവൈത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് പഠിക്കുന്ന കാര്യത്തിൽ സദ്ദാം ഹുസൈൻ വീഴ്ച പറ്റി പരാജയപ്പെട്ടു പോയി. അത് സഖ്യകക്ഷിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അമേരിക്ക അവർ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ പോരാ. അതേ സഖ്യകക്ഷിയാണ്, കുവൈറ്റിലെ സഖ്യകക്ഷി അമേരിക്ക തന്നെയാണ്. ഇങ്ങനെ തമ്മിൽ ഭേദം ഏതാണ് ഗുണം എന്നുള്ളത് അമേരിക്ക ചിന്തിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സദ്ദാം ഹുസൈൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് രാഷ്ട്രം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചത് അവരിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ മന്ത്രാലയത്തിൽ നിന്നാണ് പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്ക കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. എന്താ വിഷയം? സത്യത്തിൽ അമേരിക്ക യമനോട് തോറ്റതാണ്. തോൽക്കാനുള്ള കാരണം എന്താ? യമൻ്റെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം അറിയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയി. അതിനാണ് വിഷയം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു. അതിൻ്റെ കാര്യം എന്താ? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോയി. അവിടെ തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയി. അവരുടെ ബിൽഡിങ്ങുകളൊക്കെ ഒടിഞ്ഞു തൂങ്ങിപ്പോയി. 40,000 ഇസ്രായേലിയർക്ക് വീട് നഷ്ടപ്പെട്ടു. അവരിപ്പോഴും ഗതിയില്ലാതെ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം 1948 സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം അവർക്കുണ്ടാകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കുക എന്നുള്ളതും യുദ്ധത്തിൽ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസയിൽ എന്തുകൊണ്ടാണ് ഈ IDF വിജയിക്കാൻ വേണ്ടി സാധിക്കാത്തത്? തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതികൾ. അപ്പോൾ യുദ്ധത്തിൽ വലിയ തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് എന്ന ബ്രിട്ടനിലെ അത്യാധുനികമായിരിക്കുന്ന ഈ സ്ഥാപനം വലിയ പങ്ക് വഹിക്കുന്നു. അതിൽ ഇസ്രായേലികൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനവർ പറയുന്ന കാര്യം, ഗാസയിൽ കൂട്ടക്കുയ്മാടം ഒരുക്കുന്നു ഇസ്രായേൽ, വംശഹത്യകൾ ചെയ്യുന്നു, പട്ടിണി കിടത്തിക്കൊണ്ട് അവിടെ ആളുകളെ കൊല്ലുന്നു. ഇപ്പോഴത്തെ ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എവിടെയും ദാരിദ്ര്യം കൊണ്ട് അങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യങ്ങളില്ല. ആരെങ്കിലും ഭക്ഷണം എത്തിച്ചു തരുന്നത് ആരും തടയുന്ന ഒരു സംവിധാനമില്ല. ഇവിടെ കൊടുക്കാൻ ആൾ തയ്യാറാണ്, പക്ഷേ അതിനുള്ള അവസരങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ആ പരാതി അതിജീവിക്കാൻ സാധിക്കുന്നില്ല എന്നതിനാൽ
ഈ സംവിധാനം അല്ലെങ്കിൽ ഈ രീതി ഇസ്രായേൽ തുടരുന്നിടത്തോളം കാലം നിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ പോലും റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് സ്റ്റഡീസിൽ പഠനം തുടരാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന് ബ്രിട്ടൻ ആധികാരികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയും ബ്രിട്ടനെയും ചെറുതായിട്ടൊന്നുമല്ല പേടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.